ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പോമ ഫ്രഷ്. പെരുന്നാളിനും കല്യാണത്തലേന്നും മറ്റും വിളമ്പുന്ന നെയ്ച്ചോറിന് ആരാധകർ കുറച്ചൊന്നുമല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒട്ടിപ്പിടിക്കാത്തതും പളുങ്കുമണികൾ പോലെ വേറിട്ട് കിടക്കുന്നതുമായ ഒരു ഉഗ്ര നെയ്ച്ചോറ് നമുക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിനായി 3 കപ്പ് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. രുചിയിലും മണത്തിലും കാഴ്ചയിലും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു അരിയാണിത്. ഇത് വെള്ളം തെളിയുന്നത് വരെ കഴുകി അരമണിക്കൂർ കുതിരാനായി മാറ്റിവെക്കുക. അടുത്തതായി വേണ്ടത് 60 ഗ്രാം കിസ്മിസ്, 60 ഗ്രാം കാഷ്നട്ട്സ്, 6 ഏലക്ക, 4 ഗ്രാമ്പു, 3 വലിയ കഷ്ണം പട്ട, 1 തക്കോലം. ഇത് 1 ടീസ്പൂൺ സാജീരകമാണ്. നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒന്നാണിത്. ഇനി വേണ്ടത് 5 പച്ചമുളക്, 15 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വെക്കുക. ഒരു ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കാഷ്നട്ട്സ് ഇട്ട് ചുവക്കെ വറുത്ത് കോരുക. അതിനുശേഷം കിസ്മിസും ഇട്ട് അതും വറുത്ത് മാറ്റി വെക്കുക. ഇനി ഇതേ എണ്ണയിൽ തന്നെ 2 സവാള കനം കുറച്ചരിഞ്ഞത് കുറേശ്ശെ ഇട്ട് നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെക്കുക. ഇതേ സമയം തന്നെ ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണയായാലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യും ഓയിലും ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സാജീരകം എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ 1 സവാള നേർമയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി ചെറുതായി ഒന്ന് വറുത്തെടുക്കുക. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വെന്ത് പൊട്ടിപ്പോവാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കിലുകില എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ സമയം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള 6 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും ചേർത്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. 15-20 മിനിറ്റിനുള്ളിൽ തന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. കണ്ടോ, ചോറ് ഇപ്പോൾ നല്ല പെർഫെക്റ്റായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നും ചോറ് മുകളിലേക്ക് പൊക്കിയിടുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുത്താൽ കുഴഞ്ഞു പോകില്ല. ഇനി ഇതിനു മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, കാഷ്നട്ട്സ്, സവാള എന്നിവ ചേർത്ത് കൊടുക്കുക. കൂടെ 1 കൈപ്പിടി നിറയെ ഫ്രഷ് മല്ലിയില അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ചുകൂടെ ചേർക്കണമെന്നുള്ളവർക്ക് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ സെർവ് ചെയ്യുന്നത് ഒരു സിമ്പിൾ സാലഡിൻ്റെയും ബീഫ് വറുത്തരച്ചതിൻ്റെയും ഒപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് അറിയിക്കുക. ബീഫ് വറുത്തരച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.